സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിനെ യഥാർത്ഥമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ കാണുന്ന ആ ഒരു സ്വപ്നത്തിനെ ലോകത്തിൽ മുഴുവൻ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കതിന് കഴിയും. ഞാൻ അജയ് ബേസിൽ വർഗീസ്, ആദിശങ്കര ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിലെ നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിനെ എങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിർമ്മിക്കാനായിട്ടുള്ള എന്തെല്ലാം സഹായങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിലേക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഗോ ആണ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഗോ എങ്ങനെ പ്രൊഫഷണലായിട്ട് മേക്ക് ചെയ്യാം എന്നതാണ് ഇന്ന് ഈ വീഡിയോ വഴി ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പൊക്കെ വഴി നമ്മുടെ ലോഗോസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോഗോവിനെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു CNCയിൽ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റ് പോലെ നമുക്കത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രക്ചറിലേക്ക് നമുക്കതിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫയൽസ് എന്ന് പറയുന്നത് ഓട്ടോക്യാഡും അതുപോലെ കോറൽ ഡ്രോ പോലുള്ള സോഫ്റ്റ്വെയർസാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന നമ്മുടെ ലോഗോയുടെ കട്ടിംഗ് ലൈൻസ് അവിടെ നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുക. ആ കട്ടിംഗ് ലൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫയലിനെ നമ്മളൊരു DXF ഫയലായിട്ട് ഫസ്റ്റ് കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യുക. ആ ഒരു DXF ഫയലിനെ ആയിരിക്കും നമ്മൾ നമ്മുടെ CNC മെഷീൻസിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു CNC മെഷീനറീസിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു 1 mm തിക്നെസ് ഉള്ള പ്ലേറ്റിൽ നമുക്കതിനെ കട്ട് ചെയ്ത് വളരെ സ്യൂട്ടബിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റൽ പ്ലേറ്റിനെ നമ്മൾ സ്മൂത്തൻ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്കതിനെ ഒരു റഫ് സ്മൂത്ത് എക്സ്ട്രാ സ്മൂത്ത് എന്ന് പറയുന്ന പോളിഷിംഗ് ഫേസസിലൂടെ കൺവേർട്ട് ചെയ്ത് വിടുക. സോ അതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോഗോ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്ന ഒരു ലോഗോ ഒരു മെറ്റൽ പ്ലേറ്റിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞങ്ങളുടെ ലോഗോ ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി വരുന്ന വീഡിയോസിൽ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ബോട്ട് മേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് പേപ്പർ കട്ടിംഗ് മെഷീനറീസ് മേക്ക് ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്ന ഈ രീതിയിലുള്ള ഹൈ എൻഡ് മെഷീനറീസ് ഒരു ഫുൾ പ്രോസസ്സും അതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളും ഞങ്ങൾ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.